നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. കൊച്ചി എളമക്കരയിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ്. പരേതനായ പ്യാരേലാൽ ആണ് മറ്റൊരു മകൻ. ശാന്തകുമാരിയുടെ 89ാം പിറന്നാൾ ദിവസം എളമക്കരയിലെ വീട്ടിൽ വെച്ച് വലിയ ആഘോഷം നടത്തിയിരുന്നു. അമ്മയ്ക്കൊപ്പം പുരസ്കാരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷമെന്നായിരുന്നു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞത്. ലോകത്ത് എവിടെയാണെങ്കിലും അമ്മയുമായി സംസാരിക്കുമെന്ന് പണ്ടൊരു മാതൃദിനത്തിൽ മോഹൻലാൽ ബ്ലോഗിൽ കുറിച്ചിരുന്നു. വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന മോഹൻലാലിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന് പേര് നൽകിയത് അച്ഛൻ്റെയും അമ്മയുടെയും പേര് ചേർത്താണ്. ജീവിതത്തിൽ എല്ലാമെല്ലാമായ അമ്മയെക്കുറിച്ച് എപ്പോഴും വാചാലനാവാറുണ്ട് മോഹൻലാൽ. കുട്ടിക്കാലം മുതലേ തന്നെ പാട്ടിലും അഭിനയത്തിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ലാലു എന്ന് അമ്മ പറഞ്ഞിരുന്നു. അന്ന് എന്തോ പാട്ട് പഠിപ്പിക്കാനായില്ല. കവിയൂർ പൊന്നമ്മയും ലാലുവും ഒന്നിച്ചു വരുന്നത് കാണാൻ എനിക്കിഷ്ടമാണ്. പൊന്നമ്മയോടും ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. JB ജംഗ്ഷനിൽ മോഹൻലാൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു അമ്മ മകനെക്കുറിച്ച് വാചാലയായത്. ജീവിതത്തിൽ വില്ലനല്ല അവൻ. അവനെ പിടിച്ച് വില്ലനാക്കിയതിൽ എനിക്ക് സങ്കടമുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചായിരുന്നു മോഹൻലാലിൻ്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ ഞാൻ കയ്യും കാലുമൊക്കെ നോക്കാറുണ്ട്. എവിടെയെങ്കിലും ഒടിവോ ചതവോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കും. കാലങ്ങൾക്ക് ശേഷമാണ് അമ്മയെ സ്ക്രീനിൽ കണ്ട സന്തോഷമായിരുന്നു മോഹൻലാൽ പങ്കുവച്ചത്. അമ്മ ഇപ്പോൾ സംസാരിക്കും. അത്ര ക്ലാരിറ്റിയില്ല, പക്ഷേ നമുക്ക് മനസ്സിലാവും. എന്തിനാണ് നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മ വന്ന് കയ്യും കാലുമൊക്കെ നോക്കാറുണ്ട്. ഫൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും അപകടം നിറഞ്ഞ കാര്യമാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അമ്മയ്ക്ക് വയ്യാതെയായത്. ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥയാണത്. മാതാ അമൃതാനന്ദമയ്യെയാണ് ഞാൻ ആദ്യം വിളിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇത് സംഭവിച്ചതെങ്കിലോ അവിടെ ആരും കാണാനില്ലല്ലോ. നമ്മുടെ ആശുപത്രിയിലേക്കാണ് മോൻ നേരെ കൊണ്ടുവന്നത്.